മലപ്പുറത്തെ നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നതിനിടെ കൂടുതൽ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നത് ആശ്വാസം. ഇന്ന് സമ്പർക്കമുള്ള 19 പേരുടെ സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയക്കും. പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നിരീക്ഷണം തുടരുകയാണ്. അതിനിടെ അതിർത്തികളിൽ തമിഴ്നാട് നടത്തുന്ന പരിശോധന തെറ്റായ സമീപനമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറത്ത് നിപ്പ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ വളരെ ഊർജിതമായി തന്നെ നമ്മൾ നടത്തുന്നുണ്ട്. രോഗവ്യാപനം ഇല്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിസൂക്ഷ്മമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. നിപ്പ ആശങ്ക ഒഴിയുന്നു എന്ന് പറയാവുന്ന സാഹചര്യത്തിലേക്ക് മലപ്പുറം നീങ്ങുകയാണ്. അതിന് സൂക്ഷ്മമായ നിരീക്ഷണവും ജാഗ്രതയും തുടരണം. വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നിയന്ത്രണമുള്ള പാണ്ടിക്കാട്, ആനക്കയം പഞ്ചായത്തുകളിൽ നടക്കുന്നത്. നിലവിൽ 406 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. ഇതിൽ 194 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഇന്ന് 19 പേരുടെ ഫലങ്ങൾ കൂടി പുറത്തുവരും. അതിനിടെ സംസ്ഥാനത്ത് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ അതിർത്തികളിൽ തമിഴ്നാട് പരിശോധന കർശനമാക്കിയിരുന്നു. ഇത് തെറ്റായ സമീപനമാണെന്നും തമിഴ്നാടുമായി ആശയവിനിമയം നടത്തിയെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്നലെ ഹെൽത്ത് സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചിരുന്നു. അത് എപ്പോഴും നമ്മൾ ഈ കോവിഡ് കാലത്തുമൊക്കെ കണ്ടതാണ്. അത് വാസ്തവത്തിൽ ഒരു കാരണവശാൽ അതൊരു തെറ്റായ കാര്യമാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ മാധ്യമങ്ങൾ മികച്ച രീതിയിൽ ബോധവൽക്കരണം നടത്തിയെന്ന് മന്ത്രി പ്രശംസിച്ചു. നിപ്പയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നമ്മൾ അതിജീവിക്കുകയാണ്. കൂടുതൽ ആശ്വാസകരമായ വാർത്തയ്ക്കായി ജാഗ്രതയും പ്രതിരോധവും തുടരുക തന്നെ വേണം. പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.